ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് സ്വർഗ്ഗവാതിൽ ഏകാദശിയാണല്ലോ. അപ്പോൾ ഞാനും പൂജിട്ടയും കൂടെ ഇന്ന് ഏകാദശി നോറ്റിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം ആളെണ്ണം കൂടിയിട്ടുണ്ടായിരുന്നു. 4 പേരും കൂടെ കുടുംബസമേതം ഏകാദശി എടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രാവിലെ ആയപ്പോഴേക്കും ആളുടെ എണ്ണം 2 കുറഞ്ഞു. എന്തായാലും ഞാനും പൂജിട്ടയും രണ്ടും കൽപ്പിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞ വാക്ക് മാനിച്ചിട്ട് ഞങ്ങൾ എന്തായാലും അത്രയും ആറ്റ് നോറ്റിട്ടാണ് കേട്ടോ ഇരുന്നായിരുന്നു ഏകാദശി നോൽക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ നമുക്ക് മാസത്തിൽ 2 പ്രാവശ്യം വരുന്ന ഏകാദശി, അങ്ങനത്തെ ആ ഏകാദശിയും ഗുരുവായൂർ ഏകാദശിയും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വിളക്കൊക്കെ വെച്ച് നാമൊക്കെ ചൊല്ലിയിട്ടാണ് കേട്ടോ അമ്പലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ പോണത് ഞാൻ പറയാറില്ലേ, നമ്മുടെ വീടിൻ്റെ ബാക്കിൽ പച്ചേരി വിഷ്ണു ക്ഷേത്രത്തിലേക്കാണേ. നമുക്ക് ഇവിടുന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ ഈ പാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അമ്പലമായി. അപ്പോൾ നെല്ലൊക്കെ അങ്ങനെ മൂത്ത് കതിരൊക്കെ വന്ന് അങ്ങനെ നല്ല രസത്തിൽ ആ പച്ചപ്പ് മാറിയിട്ട് വേറൊരു യെല്ലോ കളറായിട്ട്, യെല്ലോ ഷെയ്ഡായിട്ട് നിൽക്കുക. രാവിലെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. എൻ്റെയും പൂജുട്ടിയുടെയൊക്കെ ഡ്രസ്സിൻ്റെ ഏകദേശം കളറായിരുന്നു. പാടും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്പലത്തേക്ക് നടന്നിട്ട് പോവാണ്. ഇതവിടെ പോണ വഴിക്കുള്ളൊരു തോടാണ് കേട്ടോ. ഈ തോടിൽ നമ്മൾ തോട്ടിൻ്റെ വക്കത്ത് വേനൽക്കാലമാകുമ്പോൾ ഞാനും പൂജിട്ടിയും കൂടെ ഒരുപാട് നേരം വൈകിട്ട് പോയിരിക്കാറുണ്ട്. നല്ല രസമാട്ടോ പോയിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറേ നേരം അവിടെ പോയിരുന്ന് സംസാരിച്ച് വരുമ്പോൾ നല്ല ഓക്കെ ആവും. കുറച്ച് നേരം നടക്കാനുള്ള ദൂരം ഉണ്ടല്ല, അത്ര വലിയ ദൂരമില്ല, എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുമായി, കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുമായി. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തേക്ക് പോവാണ്. ഇന്ന് നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ഫുൾ നൊയമ്പാണ്. അന്നം അങ്ങനെ അരി ഭക്ഷണങ്ങളൊന്നും ഇല്ലാണ്ട്, ഒരിക്കലല്ലാതെ ഭക്ഷണങ്ങളൊന്നും ഇല്ലാണ്ട് വെള്ളം മാത്രം കുടിച്ചിട്ട് നോമ്പെടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും എടുക്കണം, അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ അങ്ങനെ എടുക്കാം. ഭക്ഷണം കഴിച്ചിട്ട് എടുക്കണവരുണ്ട്, അതിലൊന്നും കാര്യങ്ങളെല്ലാം നമ്മുടെ ഭക്തിക്ക് അനുസരിച്ചാണ് ബാക്കിയൊക്കെ. പക്ഷെ നമുക്കിന്ന് എന്തായാലും ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും പൂച്ചിട്ടിയും കൂടെ കേട്ടോ. അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്കും കഴിച്ചിട്ടില്ല, രാത്രിയും കഴിക്കുന്നില്ല. വെള്ളം കുടിക്കും കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കുക. ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ട്, ഈ നേരം വരെ നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പോൾ രാത്രിയിൽ കഴിക്കണമെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ നേരം പറഞ്ഞാൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കണം വൈകുന്നേരം കേട്ടോ. നമ്മുടെ വിളക്കുളത്തിലൊക്കെ കഴിഞ്ഞിട്ട്, അതാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഫുഡ് നമ്മളിന്ന് വീട്ടിലുണ്ടാക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഫുഡിൻ്റെ വ്ളോഗും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഏകാദശി പ്രമാണിച്ച് നമ്മൾ അമ്പലവിശേഷങ്ങളും ഇങ്ങനെയും കാണിക്കാമെന്ന്. ഭക്ഷണം കഴിക്കാത്തതിൻ്റെ കാരണം അങ്ങനെ നോൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെയും നോൽക്കാം, നമുക്ക് ഫുഡ് നമ്മുടെ ഹെൽത്തിനനുസരിച്ച് ഒരു നേരം ഫുഡ് അങ്ങനെയും കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. നമുക്ക് പറ്റുന്ന സമയത്ത് ഇങ്ങനെ എടുക്കുക, വയ്യാതെ ആകുമ്പോൾ അതിനനുസരിച്ച് എടുക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ മുന്നൊക്കെ പ്രദോഷവും വ്രതവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ വിട്ട് പിന്നെ അങ്ങനെയൊന്നും ചെയ്യാണ്ടായി എന്നല്ല, നമുക്ക് ഈ ഫുഡിൻ്റെ കാര്യങ്ങളും പോകുമ്പോഴും വർക്കിങ്ങും ഒക്കെ ആകുമ്പോൾ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ നമുക്ക് അങ്ങനത്തെ ചുറ്റായ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ എടുക്കാൻ പറ്റുന്ന സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു പോസിറ്റീവാട്ടോ. ഇങ്ങനെ നമുക്ക് വ്രതവും കാര്യങ്ങളൊക്കെ നോറ്റ് നാമൊക്കെ ചൊല്ലി അമ്പലത്തിലൊക്കെ പോയിരിക്കുമ്പോൾ വേറൊരു പ്രത്യേക ഒരു സുഖമാണ്, മനസ്സിനായാലും ശരീരത്തിനായാലും. ഇത് നമ്മുടെ അമ്പലത്തിലുള്ള അമ്പലക്കുളമാണേ. നമ്മൾ ഓണത്തിനും വിഷുവിനൊക്കെ ഇവിടെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. നല്ല രസമാണ് കാണാം. ഇവിടെ അമ്പലേ പ്രത്യേക നമുക്കൊരു വീട്ടമ്പലത്തിലേക്ക്, നമ്മുടെ വീട്ടിലുള്ള അമ്പലത്തിലേക്ക് പോയ പോലെ കേട്ടോ. വീട്ടമ്പലമൊക്കെ ഉണ്ടാവില്ലേ, തറവാട്ടമ്പലം, അതുപോലെയൊക്കെ തോന്നുന്നു വെച്ചാൽ വല്ലാണ്ട് തിക്കും തിരക്കില്ല, എല്ലാം നമ്മളറിയുന്ന ആൾക്കാർ, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഇത് പുറത്തുള്ള നാഗദൈവങ്ങളുടെ നാഗത്തറയാണ് കേട്ടോ. പുറത്ത് ഞാൻ കുറച്ച് മുന്നേ തൊഴുതായിരുന്നത് പുറത്ത് അയ്യപ്പൻ്റെ അമ്പല, പിന്നെ നാഗത്തറ, ഇത് രണ്ടും പുറത്താണ്. ഇത് തൊഴുത് കഴിഞ്ഞാൽ നമ്മുടെ തൊഴൽ പരിപാടി കഴിഞ്ഞു. ഉള്ളിലും പുറത്തെയും തൊഴലും കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഞാനിന്ന് മുട്ട അറുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും ദിവസം വന്നിട്ട് എനിക്ക് ഇന്നാണ് അവിടെ മുട്ടറക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയണം കേട്ടോ. ഇതുവരെ എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ കണ്ടിട്ടുമില്ല ആരും അങ്ങനെ മുട്ട ഇറക്കണമൊക്കെ. അപ്പോൾ ഇന്ന് അവിടെ തേങ്ങ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു മുട്ട ഇറക്കലുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ മുട്ട ഇറക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് നമുക്ക് തന്നെ തേങ്ങ പൊളിച്ചിട്ട് നമുക്ക് വേണ്ട തേങ്ങ എടുത്ത് പൊളിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ലിസ്റ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് മുട്ട ഇറക്കലും കാര്യങ്ങളും എല്ലാ വഴിപാടും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോരാണ് കേട്ടോ. ഈ ഒരു പാടഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്കിഷ്ടമാണ്. ഒന്നാമത് ഈ പച്ചപ്പും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഈ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിഷുവിനും ഓണത്തിനൊക്കെ ഇവിടെ വന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുക. പൂരത്തിനൊക്കെ ഇവിടെ ജനസാഗരമായിരിക്കും കേട്ടോ, നല്ല തിരക്കായിരിക്കും. നമ്മളീ പോണ വഴി, ഈ ഒരു ഭാഗത, ഈ നടവഴി കോൺക്രീറ്റ് ഇട്ട ഒരു പാത, അവിടെയാണ് നമ്മൾ പൂരത്തിന് വേലയും കാര്യങ്ങളും വരവൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുക. അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ. 2 നേരം ഫുഡ്, 2 നേരമല്ല കേട്ടോ, ഉച്ചയ്ക്കും രാത്രിയൊക്കെ പൂരത്തിൻ്റെ അന്ന്, ഉത്സവത്തിൻ്റെ അന്ന് നമുക്കവിടെ ഫുഡും അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
പിന്നെ അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോരാണ്. ഇന്ന് കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. ഏകാദശി നോറ്റിരിക്കുകയാണ്. അപ്പോൾ വേറെ നമ്മൾ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. കണ്ണൻകുട്ടിക്ക് ദോശയും ആയിരുന്നു. അവർ രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ദോശ കഴിച്ചിട്ടാണ് പോയത്. വൈകുന്നേരം അവന് ദോശ മതി എന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് അവൻ സ്കൂളിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ദോശ മതി. അപ്പോൾ പിന്നെ ദോശയും ചമ്മന്തി ഉണ്ടാക്കണതും എടുക്കണ്ടെന്ന് വിചാരിച്ചു ഞാൻ. ഇന്നിങ്ങനെ വീഡിയോ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എത്ര പേരൊക്കെ ഏകാദശി നോറ്റിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബർ ഉള്ളൂ, എന്നാലും അതിലാരൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ. വീട്ടിലെ അമ്മയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മയും അടുത്തമ്മയും ശ്രുതിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലെത്തി. ഇനി കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുടക്കലും കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാജേട്ടൻ ഈ ഉച്ചയോടുകൂടെ ഷാജേട്ടൻ പോവുകയും ചെയ്യും. ആളൊക്കെ എല്ലാവരും എടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് വെച്ചപ്പോൾ എല്ലാവരും കാല് മാറിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇനി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി വൈകുന്നേരം അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പച്ച ദീപാരാധന തൊഴാൻ വേണ്ടിയിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. പിന്നെ വൈകുന്നേരം മേലെഴുകലൊക്കെ കഴിഞ്ഞു. അതിൻ്റെ മുന്നേ ഞാൻ ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. കണ്ണന് ഞാൻ രാവിലെ തുളസിമാലയൊക്കെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ഇന്നലെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും നമുക്ക് തുളസി നുള്ളാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ അത് കാരണം അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വൈകുന്നേരത്തെ വിളക്ക് കൊളുത്തുന്ന സമയം കേട്ടോ അത്, ദീപം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദീപാരാധനയുടെ സമയത്ത് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു ഇവിടെ ഇരുന്നിട്ട് തന്നെ വിളക്കുകൊളുത്തി നാമം ചെല്ലാന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞോ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. എല്ലാവർക്കും ഏകാദശി ആശംസകൾ.